അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ചിറ്റരിമേത്തൽ അബൂബക്കർ എന്ന് പറയുന്ന CM മടവൂര് വലിയല്ല. ഇവര് വലിയാണ്, കുത്തുബുല്ലാലമാണ്, മുദബിറുല്ലാലമാണ്, മുദബിറുൽ അമ്രാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന CM മടവൂര് വലിയല്ല എന്നുള്ളത് നിരവധി തെളിവുകൾ നമ്മൾ 2-3 വീഡിയോകൾ ഇപ്പൊ കഴിഞ്ഞു. ഇതാ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാനുള്ളത്, നമ്മളൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. ജുറൈജ് എന്ന അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത അള്ളാഹുവിന്റെ ഒരു ഭക്തന്റെ ഒരു ആളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുക്കുന്നത് കുത്തുബുൽ ആലം ഷെയ്ഖുന CM വലിയുല്ലാഹി എന്ന TK അലി അഷ്റഫ് എന്ന് പറയുന്ന ആളുടെ ഗ്രന്ഥത്തില് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയുടെ ആ വീഡിയോയിൽ പറഞ്ഞ 78ാമത്തെ പേജിൽ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. അതില് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പറയാം. അതിനുശേഷം ജുറൈജ് എന്ന് പറയുന്ന ആ വ്യക്തിയെ കുറിച്ചുള്ള ചരിത്രവും ഇവിടെ പറയുന്നതാണ്. ഭക്ഷണകാര്യവും തകിടം മറിഞ്ഞു, ചുടുവെള്ളം മാത്രം കുടിച്ച് 3 കൊല്ലത്തെ റിയാല, ഉമ്മയോട് പോലും ഒരു വാക്ക് മിണ്ടാതെ ഉൾവലിഞ്ഞ ആ നാളുകളിലാണ് ഒരിക്കൽ EK ഹസൻ മുസ്ലിയാർ ഈ രീതിയെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ EK ഹസൻ മുസ്ലിയാർ ഈ രീതിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ EK ഹസൻ മുസ്ലിയാർക്ക് അറിയില്ലേ ഇങ്ങനെ ചില പിരാന്തുള്ള ഔലിയാക്കന്മാര്, പിരാന്തന്മാരിലെ ബുദ്ധിമാന്മാരായ ഔലിയാക്കന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് മൂപ്പർക്ക് അറിയാനിട്ട് അല്ല. ചോദ്യം ചെയ്തത് എന്തിനാ? അങ്ങനെയുള്ള പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചോദ്യം ചെയ്തിട്ട് എന്താണെന്ന് ബാക്കി നമുക്ക് നോക്കാം. EKയുടെ അറുത്തു മുറിച്ചുള്ള ആ വാദങ്ങൾക്ക് വഴങ്ങി ഉമ്മ ചൊല്ലിയ സലാം മടക്കി. EK പറഞ്ഞപ്പോ ഉമ്മ ചൊല്ലിയ സലാം മടക്കിയിട്ടുണ്ട്. ഈ ഉമ്മ ചൊല്ലിയ സലാം മടക്കിയ ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, ചരിത്രം പറയാനുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു കഥയിൽ നിന്ന്, ഒരു ചരിത്രത്തിൽ നിന്നുള്ളതാണ്. തൽക്കാലം റിയാലക്ക് അവധി, ആ അവധിയിൽ മുറിഞ്ഞ റിയാല പൂർത്തിയാക്കാൻ പിന്നെ 3 കൊല്ലം എന്നത് 5 കൊല്ലമാക്കി. ഒരു ഉമ്മാനോട് സലാം പറഞ്ഞപ്പോഴത്തിന് മൂപ്പര് റിയാലുണ്ട്. ആര് പഠിപ്പിച്ച റിയാലാണ്? ഓലിക്കാട് തോന്നുകയാണ്. എന്നിട്ട് തോന്നുമ്പോ തോന്നുന്ന റിയാലിയും കൊണ്ട് ഒരു 3 കൊല്ലം പാഴായി, പിന്നെ 5 കൊല്ലം റിയാലിലായിരുന്നു വെറുതെ എന്നാണ് പറഞ്ഞുകൊണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ജുറൈജ് എന്ന് പറയുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സാത്വികനായ മനുഷ്യനെ കുറിച്ച്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇമാം ബുഖാരിയുടെ സഹീൽ ജാമിഅയിലുള്ള ഒരു ഹദീസാണ്. അതൊരു നീണ്ട ഹദീസാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ജുറൈജ് എന്നു പേരുള്ള ആള്. ആ ആള് ആളൊഴിഞ്ഞ പ്രദേശമായ ഒരു കുന്നിന് മുകളിൽ ഒരു ആശ്രമം പോലെ, അല്ലെങ്കിൽ ഒരു കുടീരം പോലെ, ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ട് അതില് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലം. ഈ ജുറൈജിന്റെ ഉമ്മ ഇടക്കിടക്ക് വരും ജുറൈജിനെ കാണാന്. ജുറൈജ് ആണെങ്കിലോ ലൗകിക സുഖങ്ങളെല്ലാം വിട്ടുകൊണ്ട്, ഇവര് പറയാറുണ്ടല്ലോ എല്ലാം വിട്ട് ഞാനാവുന്ന ഒരവസ്ഥ. അതല്ല, ഇത് അള്ളാഹുവിനോട് ഹുബ്ബ് മൂത്തിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് മാത്രം ചെയ്തുകൊണ്ടുള്ളതാണ്. പിരാന്ത് കാട്ടിയിട്ടല്ല, തുണി അയച്ച് നടന്നിട്ടില്ല, മേത്ത് കൂടി കമ്പിയടിയും കൂടി തല്ലിയിട്ടില്ല, അതുപോലെ തന്നെ കിണറ്റ് ചാടിയിട്ടില്ല. എന്നാൽ ഈ ഇബാദത്തിലിരിക്കുന്ന ജുറൈജിന്റെ അടുത്ത് ഉമ്മ വന്നുകൊണ്ട് സലാം ചൊല്ലുകയാണ്. അങ്ങനെ സലാം ചൊല്ലിയ സാഹചര്യത്തിൽ അപ്പോൾ ഇബാദത്തിലായിരുന്നു, അല്ലെങ്കിൽ സുന്നത്ത് നമസ്കാരത്തിലായിരുന്നു. നമസ്കാരം എന്നുള്ളത് തന്നെയാണ് ആ ഹദീസിലുള്ളത്. അപ്പോൾ സുന്നത്ത് നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉമ്മയുടെ സലാം കേട്ടിട്ടും അള്ളാഹുവോടുള്ള മഹബത്തിന്റെ ഭാഗമായിക്കൊണ്ട്, സൂക്ഷ്മതയുടെ തക്വയുടെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ജുറൈജ് സലാം മടക്കിയില്ല, ഉമ്മയുടെ അടുത്തേക്ക് വന്നില്ല, വിളി കേട്ടില്ല. വീണ്ടും 2ാം ദിവസവും അല്ലെങ്കിൽ 2ാമതൊരു ദിവസം കൂടി വന്നുകൊണ്ട് ഉമ്മ വിളിക്കുകയാണ്, യാ ജുറൈജ് എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുകയാണ്. ജുറൈജ് ഇബാദത്തിലായിരുന്നു, സുന്നത്ത് കർമ്മത്തിലായിരുന്നു, നമസ്കാരത്തിലായിരുന്നു. 2ാമതും ഉമ്മ തിരിച്ചുപോയി. പിന്നീട് 3ാമതും ഉമ്മ വന്നുകൊണ്ട് വാതിൽക്കലോ അല്ലെങ്കിൽ ഈ ഇല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ, ഗേറ്റ്, അവിടെ നിന്നുകൊണ്ട് യാ ജുറൈജേ എന്ന് വിളിക്കുകയാണ്, സലാം പറയുകയാണ്. ജുറൈജ് നമസ്കാരത്തിലായിരുന്നു. അള്ളാഹുവോടുള്ള മഹബത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉമ്മ വിളിച്ചത് കേട്ടിട്ടും ജവാബ് കൊടുത്തില്ല, അല്ലെങ്കിൽ സലാം അടക്കിയില്ല, ഉമ്മയുടെ വിളി കേട്ടില്ല, അടുത്തേക്ക് പോയില്ല. അവിടെ നിന്നുകൊണ്ട് ആ ഉമ്മ മനസ്സ് വേദനിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവേ, എൻ്റെ മകൻ ഞാൻ പലതവണ വന്നുകൊണ്ട് വിളിക്കുകയാണ്,
എൻ്റെ മകനോട് എനിക്ക് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത്, അവൻ എന്നെ കാണുവാൻ അവിടെ ഒന്നും വരുന്നില്ല. അപ്പോ അവനെ നീ ഒരു വേശ്യയുടെ മുഖം കാണിച്ചു കൊണ്ടല്ലാതെ, അല്ലെങ്കിൽ ഒരു വേശ്യയുടെ അപവാദം കേൾപ്പിച്ചുകൊണ്ടല്ലാതെ മരിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും തിരികെ പോവുകയും ചെയ്യുകയാണ്. അതവിടെ കഴിഞ്ഞു. ആ ഒരു ശാപവാക്ക് പിന്നീട് സംഭവിക്കുമോ എന്നുള്ളതൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പൊ ഇതിനിടക്ക് പറയാനുള്ളത്, അപ്പൊ സിയമും ജുറൈജും ഇപ്പൊ ഒരുപോലെ ആയില്ലേ എന്നുള്ളതാണ്. ജുറൈജ് പിന്നീട് അതിൽ നിന്നും പാപമോചനം തേടി മടങ്ങിയിട്ടുണ്ട്. സിയം പാപമോചനം തേടി മടങ്ങിയിട്ടുണ്ടോ, അതോ ആ പാപത്തോടെയാണോ ഇവിടുന്ന് പോയത് എന്നുള്ളത് ചിന്തിക്കുക. ഏതായാലും ഈ ചരിത്രത്തിലേക്ക് വരാം. അവിടെ ജുറൈജിന്റെ ആ ഒരു ആശ്രമത്തില്, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത്, ആ കുടീരത്തില് ഒരു ആട്ടിടയൻ കൂടി താമസിക്കുന്നുണ്ടായിരുന്നു. ഈ ആട്ടിടയൻ ഈ കുന്നിൻ ചെരുവിലൂടെ ആടിനെ മേക്കാൻ പോകുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള ഒരു സ്ത്രീയുമായിട്ട് അടുക്കുകയും ശരീരബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയും ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നുണ്ട്. ആ നാട്ടുകാരൊക്കെ ഈ വ്യഭിചാരത്തിലൂടെ, ആ കല്യാണം കഴിയാത്ത സ്ത്രീയാണല്ലോ, ഈ കുഞ്ഞ് ആരുടേതാണെന്ന് ചോദിച്ചപ്പോ ആ സ്ത്രീ കുന്നിന്റെ മുകളിലേക്ക് ജുറൈജിന്റെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ വീട്ടിലുള്ള ആളാണ് എൻ്റെ കുഞ്ഞിന്റെ പിതാവ് എന്ന് പറഞ്ഞു. സ്ത്രീ ഉദ്ദേശിച്ചത് ആ ആശ്രമത്തിൽ നിന്നുള്ള ഒരു യുവാവ് ഇതുവഴി ആട് മേക്കാൻ പോകുന്നുണ്ട് എന്നായിരിക്കാം. എന്തായാലും ആളുകൾ മനസ്സിലാക്കിയത് ജുറൈജ് ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഈ കുഞ്ഞുമായിട്ട് ജുറൈജിന്റെ അടുത്തേക്ക് ഈ നാട്ടുകാർ പോവുകയാണ്. ജുറൈജിനോട് ഈ വിഷയം പറയുകയാണ്, ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത്. സ്ത്രീ അവിടെ തിരുത്തുന്നില്ല. ജുറൈജ് അപ്പോൾ അംഗശുദ്ധി വരുത്തിക്കൊണ്ട് വന്ന് ഈ കുട്ടിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പൊന്നു മോനെ, നിന്റെ പിതാവ് ഞാനാണോ എന്ന്. അപ്പോ ആ കുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലുള്ള കുട്ടി, വളരെ ചെറിയ കുട്ടിയാണ്, പൈതലാണ്, ചോര പൈതലാണ്. സംസാരിക്കാൻ പോയിട്ട് ഒരാളെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി പറയുകയാണ്, അല്ല, എൻ്റെ പിതാവ് ആട്ടിടയനാണ് എന്ന് പറയുകയാണ്. അവിടെ ഈ ഒരു ചരിത്രത്തിൽ, ഈ ചരിത്രം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് പഠന വിഷയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒന്ന്, മെയിനായിട്ട് മാതാപിതാക്കളുടെ ആ ഒരു വിഷയം സംബന്ധമായിട്ട് തന്നെയാണ്, അവരെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അള്ളാഹുവോടടുത്തൊരാള്, അയാൾ എത്ര വലിയ ഒരു അബദ്ധത്തിൽപ്പെട്ടാലും അവിടെ അള്ളാഹു രക്ഷിക്കും എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഈ തൊട്ടിലിറങ്ങുന്ന കുട്ടികള്, അവര് 3 ആളുകളാണ് സംസാരിച്ചിട്ടുള്ളത്. ഒന്ന് ഈസബിന് മറിയം, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഒന്ന് ഈ ജുറൈജിന്റെ ചരിത്രം സംബന്ധമായിക്കൊണ്ടുള്ള അതിലൊരു കുട്ടിയാണ്. 3 അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന ഒരു കഥയിലുള്ള മാസിദ എന്ന് പറയുന്ന ഫിർഔനിന്റെ മകളുടെ തല ചീന്തി കൊടുത്തിരുന്ന ആ ചരിത്രത്തിൽ ആ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്നത്, അതിൽ പരിചാരികയായ ആ ഒരു സ്ത്രീയുടെ കുട്ടിയാണ്. ആ ഒരു ചരിത്രം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അത് പല ആളുകളും അത് തെറ്റാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും അത് മറ്റൊരു വിഷയത്തിൽ, അത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതും പറയാം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞത് ഉമ്മയെ അവഗണിച്ച, ഉമ്മ സലാം പറഞ്ഞിട്ട് അത് മടക്കാത്തൊരാള്. എന്നാല് CM മടവൂര് നമസ്കാരത്തിന്റെ ഭാഗമായിട്ടല്ല, സുന്നത്ത് നമസ്കാരത്തിന്റെയോ ഫർദ് നമസ്കാരത്തിന്റെയോ ഭാഗമായിട്ടല്ല, റിയാദയുടെ ഭാഗമാണെന്നാ പറഞ്ഞത്. EK അസം മുസ്ലിയാര് അത് എതിർത്തപ്പോ, ഇന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ റിയാദ കുറച്ച് അവിടെ മാറ്റിയാക്കാം, ഞാൻ സലാം അടക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സലാം അടക്കും ചെയ്തിട്ടുണ്ട്. എന്നാൽ ജുറൈജിന്റെ കഥ അതല്ലായിരുന്നു. ഉമ്മ വരുന്ന സമയത്തെല്ലാം അദ്ദേഹം ഇബാദത്തിലാണ്, ധ്യാനത്തിലാണ്, സുന്നത്ത് നമസ്കാരങ്ങളിലാണ്, മറ്റുള്ള കർമ്മങ്ങളിലാണ്. അതിന് ഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ത് റിയാദയാണിത്? സിഗരറ്റും വലിച്ച് മുറുക്കും ചെയ്തിട്ട് താടിയൊക്കെ വടിച്ചു കളഞ്ഞ് ക്ലീൻ ഷേവ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ട് പാന്റും കോട്ടും ഇട്ടിട്ട് ടൈയും കെട്ടി നടക്കുന്ന ആൾക്ക് എന്ത് റിയാദയാണ് മക്കളെ? ഏതായാലും ഇത് പെട്ടെന്ന് പറഞ്ഞു പോയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വീഡിയോ ഒന്നും കാണിക്കാനില്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തങ്ങളുമായിട്ട് നടക്കുന്ന ആളുകളെ അവരെ തിരിച്ചറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് വീണ്ടും പറയുന്നത്. തീർന്നിട്ടില്ല. CM മടവൂര് വലിയല്ല, അത് നമ്മൾ ഇവിടെ തെളിയിക്കുക തന്നെ ചെയ്യും. അത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാള് ഒരു ചുക്കുമല്ല ചുണ്ണാമ്പും അല്ല എന്നുള്ളത് പല ആളുകളും ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മള് നമ്മുടെ ആവതുപോലെ നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. CM മടവൂര് ഒരു സംഭവമല്ല. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിന്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.